അധ്യായം 68. ആഡ് ഷൂട്ട്. നീലിമ കണ്ണുകൾ അടച്ചു കിടക്കുന്നത് കണ്ട സിദ്ധാർത്ഥ് ഉടനെ അവളെ ചേർത്ത് പിടിച്ചു കിടന്നു. നീലിമ ആകെ വല്ലാതെയായി. അവൻ അവളെ തള്ളി മാറ്റാൻ ശ്രമിച്ചു. പക്ഷെ സിദ്ധാർത്ഥ് കൂടുതൽ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ടേയിരുന്നു. സിദ്ധാർത്ഥ് വിട്ടെ, എനിക്ക് തലവേദനിക്കുന്നുണ്ട്, നീലിമ പറഞ്ഞു. അപ്പോൾ സിദ്ധാർത്ഥ് അവളെ നോക്കി. ശരിക്കും? അവൻ ചോദിച്ചു. അതെ, എനിക്ക് ആക്സിഡന്റ് പറ്റി കിടക്കുക, അല്ലാതെ പിക്നിക്ക് വന്ന് കിടക്കുവല്ല. എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഉറക്കം വരുന്നു. മാറിക്ക്, നീലിമ പറഞ്ഞു. സിദ്ധാർത്ഥ് അപ്പോൾ അവളിൽ നിന്നും മാറി തിരിഞ്ഞു കിടന്നു. അവളെ പിന്നെ അവൻ ശല്യപ്പെടുത്താൻ ചെന്നില്ല. രണ്ടുപേരും ഇടയ്ക്കെപ്പോഴോ ഉറങ്ങിപ്പോയി. നീലിമ എപ്പോഴോ ഉണർന്നപ്പോൾ സിദ്ധാർത്ഥ് അവളുടെ അടുത്ത് തന്നെ കിടക്കുന്നുണ്ടായിരുന്നു. അവന്റെ മുഖം ഉറക്കത്തിൽ വളരെ പാവം തോന്നിക്കുന്നുണ്ടായിരുന്നു. നീലിമ കുറച്ചു നേരം അവന്റെ മുഖം നോക്കിക്കിടന്നു. ഇടയ്ക്ക് അവന്റെ പുതപ്പ് ദേഹത്ത് നിന്ന് നീങ്ങിയപ്പോൾ നീലിമ പുതപ്പ് ശരിയായി ദേഹത്തിട്ടു കൊടുത്തു. രാവിലെ നീലിമ കണ്ണു തുറന്നപ്പോൾ സിദ്ധാർത്ഥ് അവളുടെ കൂടെ ഇല്ലായിരുന്നു. സിദ്ധാർത്ഥ് ജോലിക്ക് പോയി കാണുമെന്ന് കരുതി നീലിമ എഴുന്നേറ്റിരുന്നു. അപ്പോൾ മല്ലിക അവിടേക്ക് കയറി വന്നു. മോളെ, ഇപ്പൊ എങ്ങനെയുണ്ട്? മല്ലിക ചോദിച്ചു. കുഴപ്പമില്ല മല്ലികാമേ. അല്ല, അശ്വിൻ സ്കൂളിൽ പോയോ? നീലിമ ചോദിച്ചു. ഹാ, പോയി മോളെ. ഇങ്ങോട്ട് വരണമെന്ന് വാശി പിടിച്ചിരുന്നു. സ്കൂള് വിട്ട് വരുമ്പോഴേക്കും അമ്മ വരുമെന്ന് പറഞ്ഞിട്ടൊക്കെ ആകാംക്ഷി സ്കൂളിൽ പോയിരിക്കുന്നു, മല്ലിക പറഞ്ഞു. അപ്പോൾ നീലിമ മല്ലികയെ ഒന്ന് നോക്കി മടിച്ചു നിന്ന ശേഷം ചോദിച്ചു. അല്ല, സിദ്ധാർത്ഥ് എവിടെ മല്ലികാമേ? പെട്ടെന്ന് സിദ്ധാർത്ഥിനെ കാണാതായപ്പോൾ അവൾക്ക് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. മല്ലിക അത് കേട്ട് പുഞ്ചിരിയോടെ അവളെ നോക്കി. സിദ്ധുമോൻ വീട്ടിലുണ്ടായിരുന്നു. ഇന്നലെ തീരെ ഉറങ്ങിയില്ലെന്ന് പറഞ്ഞു. കുറച്ചു നേരം റെസ്റ്റ് എടുത്ത ശേഷം ഓഫീസിലേക്ക് പോയി, മല്ലിക പറഞ്ഞു. അത് കേട്ട നീലിമ വെറുതെ ഓരോന്നും ആലോചിച്ചു കിടന്നു. തന്നെ വിളിച്ചുണർത്തി പറഞ്ഞിട്ട് പോകാമായിരുന്നു സിദ്ധാർത്ഥിനെന്ന് നീലിമ ചിന്തിച്ചു. താൻ എന്തിനാണ് ഇപ്പോൾ മിക്ക സമയത്തും സിദ്ധാർത്ഥിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നതെന്ന കാര്യത്തിൽ അവൾക്ക് അത്ഭുതം തോന്നി. അന്ന് ഉച്ചവരെ മല്ലിക അവളുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ രാത്രിയിലേക്കുള്ള ഭക്ഷണം മറ്റും എടുക്കാനായി മല്ലിക വീട്ടിലേക്ക് തിരികെ പോയപ്പോൾ നീലിമ പിന്നെയും ഒറ്റയ്ക്കായി. അവൾക്ക് വല്ലാതെ ബോറടിക്കുന്നുണ്ടായിരുന്നു. എന്റെ ഈശ്വര, ഇവിടെ നിന്നും എപ്പോഴാണോ എന്തോ വീട്ടിലേക്കൊന്ന് പോകാൻ കഴിയുന്നേ, നീലിമ വേവലാതിയോടെ ആലോചിച്ചു. അപ്പോൾ അവിടേക്ക് ആരോ കയറി വന്നു. അത് സൂര്യയും പ്രിയങ്കയുമായിരുന്നു. അവർ നീലിമയുടെ അരികിലേക്ക് വന്നു. അയ്യോ മേഡം, തലയിൽ വലിയ കെട്ടൊക്കെ ഉണ്ടല്ലോ. എന്തു പറ്റി മേഡം, വേദനയുണ്ടോ ഇപ്പോ? പ്രിയങ്ക ആശങ്കയോടെ ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല. അല്ല, നിങ്ങൾ എങ്ങനെ അറിഞ്ഞു ഞാനിവിടെ ഉണ്ടെന്ന്? നീലിമ ചോദിച്ചു. അത് ഞാൻ ഇന്നലെ മേഡത്തെ വിളിച്ചിരുന്നു. അപ്പോ ഒരാൾ ഫോൺ എടുത്തു. അയാളാണ് പറഞ്ഞത് മേഡം ഹോസ്പിറ്റലിലാണെന്ന്. സൂര്യ പറഞ്ഞു. അത് കേട്ടപ്പോൾ അവൻ പറയുന്നത് സിദ്ധാർത്ഥിനെ കുറിച്ചാണെന്ന് നീലിമയ്ക്ക് മനസ്സിലായി. അവൾ സൂര്യയെ നോക്കി. നിങ്ങൾ ഇരിക്ക്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ വരേണ്ട കാര്യമില്ലായിരുന്നു, ഞാൻ ഓക്കെയാണ്, നീലിമ പറഞ്ഞു. അപ്പോൾ സൂര്യ അവളെ തന്നെ നോക്കിക്കൊണ്ട് നിന്നു. അവൻ ഒന്നും സംസാരിച്ചില്ല. അല്ല, കാര്യങ്ങളൊക്കെ ശരിക്കും നടക്കുന്നില്ലേ? നീലിമ സൂര്യയെ നോക്കി ചോദിച്ചു. യെസ് മാഡം, നമ്മുടെ അന്നത്തെ ഫെയർ കോസ്മെറ്റിക്സിന്റെ ആഡ് ഷൂട്ട് അടുത്ത ആഴ്ച സ്റ്റാർട്ട് ചെയ്യും. എല്ലാം നന്നായി നടക്കുന്നുണ്ട്, സൂര്യ പറഞ്ഞു. അപ്പോൾ നീലിമ പ്രിയങ്കയെ നോക്കി. ഞാനില്ലാത്തതിന്റെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? നീലിമ ചോദിച്ചു. അത് കേട്ട് പ്രിയങ്ക തലയാട്ടി. എന്നാലും താൻ ഓഫീസിലില്ലാത്തതിന്റെ ബുദ്ധിമുട്ട് രണ്ടുപേർക്കുമുണ്ടെന്ന് നീലിമയ്ക്ക് തോന്നി. എന്തായാലും എല്ലാം ഇനി നന്നായി പോട്ടെ. ഞാൻ എപ്പോ വീട്ടിൽ പോകുന്ന അറിയില്ല. ഡിസ്ചാർജ് ആയാൽ ഉടനെ ഞാൻ ഓഫീസിലേക്ക് വരും. അപ്പോ ഒന്നും മുടങ്ങിക്കിടക്കുന്നത് കാണരുത്. അത്രയുള്ളൂ, നീലിമ പറഞ്ഞു. ഒന്നും മുടങ്ങിയിട്ടില്ല മാഡം, എല്ലാം നന്നായി പോകുന്നുണ്ട്. ഞാനും പ്രിയങ്കയും ഞങ്ങളുടെ സൈഡിൽ നിന്ന് പറ്റാവുന്നതൊക്കെ ചെയ്യുന്നുണ്ട്, സൂര്യ പറഞ്ഞു. നീലിമ മോളി. നീലിമയ്ക്ക് സത്യത്തിൽ ഒറ്റയ്ക്കിരിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു. പക്ഷെ സൂര്യയോടും പ്രിയങ്കയോടും പെട്ടെന്ന് ഇറങ്ങി പോകാൻ പറയാൻ പറ്റില്ല. അവരെന്ത് കരുതുമെന്നോർത്ത് നീലിമ മിണ്ടാതിരുന്നു. മാഡം, കുറച്ചും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. ഇങ്ങനെ ഓരോ അപകടത്തിലും പോയി ചാടിയാ ഞങ്ങൾക്കാ നഷ്ടം. എന്റെയും ഈ സൂര്യയുടെ ലൈഫൊക്കെ മാഡത്തെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കുന്നത്. സോ ഓരോന്നും കാണിച്ചു വെക്കുമ്പോ ഞങ്ങളെയും കൂടെ നമ്മൾ ഓർക്കണം, പ്രിയങ്ക പറഞ്ഞു. നീലിമ അത് കേട്ട് അവളെ നോക്കി പുഞ്ചിരിച്ചു. നിങ്ങൾക്ക് കുടിക്കാൻ ഞാൻ എന്തെങ്കിലും പറയട്ടെ? നീലിമ ചോദിച്ചു. അയ്യോ, ഒന്നും വേണ്ട മാഡം, റെസ്റ്റ് എടുത്തു, ഞങ്ങൾ ഇപ്പൊ ഇറങ്ങും, സൂര്യ പറഞ്ഞു. പ്രിയങ്കയും അത് ശരിവെച്ചു. നീലിമ അപ്പോൾ ബെഡിലേക്ക് ചാഞ്ഞു. നീലിമയ്ക്ക് ഒരു ജോലിയും ചെയ്യാതിരിക്കാൻ കഴിയില്ലായിരുന്നു. അവൾ സാമ്പത്തികമായി വലിയ കുടുംബത്തിൽ ജനിച്ച പെണ്ണായിരുന്നാലും ചെറുപ്പം മുതലേ ചെറിയ ചെറിയ ജോലികൾ ചെയ്താണ് അവൾ വീട്ടിൽ വളർന്നത്. അഞ്ജലിയെ മാത്രമാണ് എല്ലാവരും ഒരുപാട് സ്നേഹിച്ചിരുന്നത്. നീലിമയെ വീട്ടുജോലിക്കാരി പോലെയായിരുന്നു രണ്ടാനമ്മ സത്യഭാമ കണ്ടിരുന്നത്. അന്നു മുതലേ നീലിമയ്ക്ക് വെറുതെ ഇരുന്ന് ശീലമേ ഇല്ല. ഹോസ്പിറ്റലിൽ ഇത്രയും ദിവസം ബോറടിച്ച് കിടക്കേണ്ടി വരുമെന്നും അവൾ കരുതിയതല്ല. അതിന്റെയൊക്കെ ബുദ്ധിമുട്ട് നീലിമയുടെ മുഖത്തുണ്ടായിരുന്നു. മേഡം, എന്നാൽ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ, സൂര്യ പറഞ്ഞു. അപ്പോഴാണ് അവിടേക്ക് മല്ലിക കയറി വരുന്നത്. എന്നാ ശരി, നീലിമ സൂര്യയോട് പറഞ്ഞു. അപ്പോൾ മല്ലിക നീലിമയെ നോക്കി. നീലിമ കുഞ്ഞെ, ഞാൻ വന്നു, മല്ലിക പറഞ്ഞു. അപ്പോൾ പ്രിയങ്ക അത്ഭുതത്തോടെ നീലിമയെ നോക്കി. മല്ലിക നീലിമയെ കുഞ്ഞെന്ന് വിളിക്കുന്നത് വരെ നീലിമയുടെ അമ്മയാണ് മല്ലിക എന്നായിരുന്നു. പക്ഷെ ആ വിളിയിൽ നിന്നും നീലിമയുടെ വീട്ടിലെ ജോലിക്കാരിയാണെന്ന് പ്രിയങ്ക ഊഹിച്ചു. സാധാരണ വീട്ടുജോലി ചെയ്യുന്ന സ്ത്രീകൾ ആഭരണങ്ങൾ ധരിക്കാറില്ല. പക്ഷെ മല്ലികയുടെ ദേഹത്ത് ചെയിനും ഒന്നു രണ്ട് വളകളുമൊക്കെ ഉണ്ടായിരുന്നു. അത് കണ്ടാൽ അവർ വളരെ സമ്പത്തുള്ള വീട്ടിലേക്ക് ആളാണെന്നേ തോന്നും. അങ്ങനെയുള്ള ഒരാൾ നീലിമയെ കുഞ്ഞോ എന്നൊക്കെ വിളിക്കണമെങ്കിൽ നീലിമ വലിയ പണക്കാരിയായിരിക്കുമോ എന്നും, ആണെങ്കിൽ അവരെന്തിനാണ് തങ്ങൾക്കൊപ്പം ചെറിയ ജോലി ചെയ്യുന്നതെന്നും പ്രിയങ്ക അതിശയത്തോട് ആലോചിച്ചു. അതെ, അത് മേഡത്തിന്റെ വീട്ടിലെ ജോലിക്കാരിയാണോ? പ്രിയങ്ക സൂര്യയോട് ചോദിച്ചു. ആ, എനിക്കറിയില്ല. വാ പോവാ, സൂര്യ മുറിയിൽ നിന്ന് ഇറങ്ങി. പ്രിയങ്ക അപ്പോൾ നീലിമയെ ഒന്ന് നോക്കി, ഒന്ന് ചിരിച്ച ശേഷം അവന്റെ കൂടെ പോയി. പിന്നീട് കുറച്ചു ദിവസങ്ങൾ മല്ലിക തന്നെയായിരുന്നു നീലിമക്ക് കൂട്ടിയിരുന്നത്. സിദ്ധാർത്ഥിന്റെ സാമീപ്യം നീലിമ ആഗ്രഹിച്ചിരുന്നു. ഓഫീസിലെ തിരക്കുകൾ കാരണം സിദ്ധാർത്ഥിന് പിന്നീട് ആശുപത്രിയിൽ തുടരാൻ കഴിഞ്ഞില്ല. എങ്കിലും അവൻ ഇടയ്ക്ക് വന്ന് നീലിമയെ കാണാറുണ്ടായിരുന്നു.
വീണ്ടും കുറെ ദിവസങ്ങൾ കടന്നുപോയി. നീലിമ വീട്ടിൽ പോകണമെന്ന് ഇടയ്ക്ക് പറഞ്ഞെങ്കിലും സിദ്ധാർത്ഥും മല്ലികയും ഡോക്ടറും അത് സമ്മതിച്ചില്ല. അങ്ങനെ കുറെ ദിവസങ്ങൾ കൂടി അവൾക്ക് അവിടെ കഴിയേണ്ടി വന്നു. തലയിലെ മുറിവ് ഒരുവിധം ഉണങ്ങിയ ശേഷം നീലിമയെ ഡിസ്ചാർജ് ചെയ്തു. മല്ലിക അവൾ ഹോസ്പിറ്റലിൽ ഉപയോഗിച്ച പാത്രങ്ങളും മറ്റുമെടുത്ത് ആദ്യമേ പോയി സിദ്ധാർത്ഥ് ബിൽ പേ ചെയ്ത ശേഷം നീലിമയെ കൂട്ടിക്കൊണ്ടുപോകാൻ കാറും എടുത്തു വന്നു. നീലിമ കാറിൽ കയറിയിരുന്നു. എന്തൊരു സ്ട്രക്ചറാണ് എന്റെ അമ്മോ! സിദ്ധാർത്ഥ് വെറുതെ നീലിമയെ നോക്കി പറഞ്ഞു. എന്തോന്നു? നീലിമ ദേഷ്യത്തോട് ചോദിച്ചു. ഓ ഒന്നുമില്ല, സിദ്ധാർത്ഥ് പറഞ്ഞു. വീട്ടിലെത്തും വരെ അവർ പിന്നെ സംസാരിച്ചില്ല. വീട്ടിലെത്തിയ ശേഷം നീലിമ കാറിൽ നിന്നിറങ്ങി അകത്തേക്ക് പോയി. അപ്പോൾ അശ്വിൻ ഹാളിൽ നിന്നും ഓടി വന്നു. അമ്മയെ ഞാൻ ഒത്തിരി മിസ് ചെയ്തിരുന്നു, അശ്വിൻ പറഞ്ഞു. നീലിമ അവനെ എടുത്തുയർത്തി. എന്നിട്ട് പറഞ്ഞു, അമ്മ ഇന്ന് വന്നല്ലോ അച്ചു, ഇനി മോനെ മിസ് ചെയ്യില്ലാട്ടോ. നീലിമ പറഞ്ഞത് കേട്ടു അശ്വിൻ അവളുടെ കവളിൽ ഉമ്മ കൊടുത്തു. ഞാൻ ഇന്ന് അമ്മയുടെ കൂടെ കിടന്നോട്ടെ? അശ്വിൻ ചോദിച്ചു. അതിനെന്താ, കിടക്കാലോ, നീലിമ പറഞ്ഞു. അശ്വിൻ തന്നെ വല്ലാതെ മിസ് ചെയ്തിട്ടുണ്ടെന്ന് അവൾക്ക് തോന്നിയിരുന്നു. അവൻ സാധാരണയായി അങ്ങനെ ഒപ്പം കിടക്കണമെന്ന് പറയാറില്ല. നീലിമ അന്ന് അശ്വിനൊപ്പം കിടന്നുറങ്ങി. രാത്രിയിലും ജോലികൾ തീർക്കാൻ ഉണ്ടായിരുന്നതുകൊണ്ട് സിദ്ധാർത്ഥ് തന്റെ മുറിയിൽ വർക്കിൽ തന്നെയായിരുന്നു. പിറ്റേ ദിവസം നീലിമയ്ക്ക് ഒരുവിധം ശരിയായി. അവൾ അന്നത്തെ ദിവസം അശ്വിനെ സ്കൂളിൽ വിട്ട് ഓഫീസിലേക്ക് പോയി. സിദ്ധാർത്ഥ് രാവിലെ വീട്ടിലില്ലായിരുന്നു. നീലിമ ഓഫീസിലെത്തിയപ്പോൾ അവിടെ സൂര്യയും പ്രിയങ്കയും ഉണ്ടായിരുന്നു. അന്നത്തെ ജോലികൾ ചെയ്തു തീർത്ത ശേഷം നീലിമ ഉടനെ അവിടെ നിന്നും സൂര്യക്കൊപ്പം ഇറങ്ങി. അന്നത്തെ ദിവസമായിരുന്നു സൂര്യയുടെ ഫെയർ കോസ്മെറ്റിക്സിലെ ഏഡ് ഷൂട്ട്. അതിന്റെ ഒരുക്കങ്ങളെല്ലാം നടത്തിയ ശേഷമാണ് നീലിമ ഇറങ്ങിയത്. അവർ രണ്ടുപേരും ഫെയർ കോസ്മെറ്റിക്സിൽ എത്തുമ്പോൾ സമയം ഏതാണ്ട് ഉച്ച കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. വൈകുന്നേരമായിരുന്നു ഏഡ് ഷൂട്ട് പ്ലാൻ ചെയ്തിരുന്നത്. ഫെയർ കോസ്മെറ്റിക്സ് ഓഫീസിൽ നീലിമയും സൂര്യയും കയറി ചെന്നു. അപ്പോൾ അവിടെ വിനീത നിൽപ്പുണ്ടായിരുന്നു. നീലിമയും സൂര്യയും കണ്ടപ്പോൾ വിനീത ഉടനെ അവരുടെ അടുത്തേക്ക് വന്നു. അല്ല, ഇത് ആരൊക്കെയാ? നീലിമ വളരെ നേരത്തെ തന്നെ എത്തുമെന്ന് എനിക്കറിയാമായിരുന്നു, വിനീത നീലിമയെ നോക്കി പറഞ്ഞു. അപ്പോൾ നീലിമ അവരെ നോക്കി ഒന്ന് ചിരിച്ചു. വരൂ, നമുക്ക് ഏഡ് തുടങ്ങാൻ ഇനിയും സമയമുണ്ട്, വിനീത പറഞ്ഞു. മാഡം, ഇവരെ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് ഒന്നുകൂടെ ട്രയൽ ചെയ്ത് നോക്കിയാൽ കോൺഫിഡൻസ് കൂടില്ലേ? അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇത്ര നേരത്തെ തന്നെ വന്നത്, നീലിമ പറഞ്ഞു. അത് കേട്ട് സൂര്യയും അതേന്ന് തലയാട്ടി. ഓ അതിനെന്താ, നമുക്ക് ചെയ്തു നോക്കാലോ, വരൂ, വിനീത പറഞ്ഞു. അപ്പോൾ നീലിമയും സൂര്യയും വിനീതയുടെ കൂടെ അകത്തേക്ക് ചെന്നു. ഫെയർ കോസ്മെറ്റിക്സിലെ മിക്ക സ്റ്റാഫുകളും അന്ന് അവിടെ തന്നെ ഉണ്ടായിരുന്നു. സൂര്യയെ കണ്ട എല്ലാവരും ഇത്തവണ പരിചയം കാണിച്ചു ചിരിച്ചു. സൂര്യ മേക്കപ്പ് റൂമിലേക്കും നീലിമ റൂമിന് മുന്നിലായി അരികിലുള്ള സോഫയിലും പോയിരുന്നു. നീലിമ ഒരു മാഗസിൻ എടുത്ത് വായിച്ചുകൊണ്ടിരുന്നു. സൂര്യയുടെ മേക്കപ്പ് തീരാൻ അധികം സമയമെടുത്തില്ല. അവൻ അല്ലെങ്കിൽ തന്നെ സുന്ദരനാണ്. അപ്പോൾ കൂടുതൽ മേക്കപ്പ് ഇട്ടാൽ ബോറാകുമെന്ന് വിനീത തന്നെയാണ് തീരുമാനിച്ചത്. സൂര്യ ആഡ് പ്ലാൻ ചെയ്ത സ്ഥലത്ത് പോയി ഒന്നും കൂടെ പ്രാക്ടീസ് ചെയ്തു നോക്കി. അപ്പോഴേക്കും വൈകുന്നേരമായി. ആഡ് ഷൂട്ടിംഗ് തുടങ്ങി. വിനീതയും നീലിമയും എല്ലാം ആശ്ചര്യത്തോടെ നോക്കി. വിനീതയ്ക്ക് നീലിമയേക്കാളും ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം വിനീത അവളുടെ ജോലി പോലും പ്രശ്നത്തിലാക്കിക്കൊണ്ടാണ് സൂര്യയ്ക്ക് ഈ അവസരം ഒപ്പിച്ചു കൊടുത്തത്. അവനെ ആഡ് ശരിയാക്കി ചെയ്തില്ല എന്നുണ്ടേ വിനീത വീട്ടിൽ ചെന്നിരിക്കേണ്ടി വരുമെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. ആ ആശങ്ക വിനീതയുടെ മുഖത്തുണ്ട്. പക്ഷേ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. സൂര്യ വളരെ ഭംഗിയായി ഇത്തവണ ആ ഭാഗം അഭിനയിച്ചു തീർത്തു. സദസ്സിൽ അവനെ കണ്ടിരുന്ന എല്ലാവരും അവനെ പ്രോത്സാഹിപ്പിക്കാൻ എന്ന പോലെ കൈയടിക്കാൻ തുടങ്ങി. സൂര്യ അഭിമാനത്തോടെ നീലിമയെ നോക്കി. സൂര്യ, നീ നന്നായി ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്, നീലിമ പറഞ്ഞു. ഞാൻ അന്നേ പറഞ്ഞതല്ലേ, മേഡത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യുമെന്ന്. സൂര്യ പറഞ്ഞു. അങ്ങനെ നീ എനിക്ക് വേണ്ടിയല്ല ഒന്നും ചെയ്യേണ്ടത്, നിനക്ക് വേണ്ടി തന്നെയാ. അത് പോട്ടെ, മേക്കപ്പ് റൂമിലേക്ക് ചെല്ല്, ചിലപ്പോ കുറച്ച് ഫോട്ടോസ് എടുക്കേണ്ടി വരും, നീലിമ പറഞ്ഞു. സൂര്യ വളരെ സന്തോഷത്തോടെ അവിടേക്ക് പോയി. അപ്പോൾ നീലിമ ചിന്തിക്കുകയായിരുന്നു, ഈ പയ്യൻ ഇത്രമാത്രം കഴിവ് വെച്ചുകൊണ്ടാണോ ഇത്രയും കാലം ആ സാമലക്സിന്റെ കീഴിൽ കിടന്ന് അവസരങ്ങൾ തട്ടിക്കളഞ്ഞത്? അല്ല, തട്ടിക്കളഞ്ഞതല്ല, സാമലക്സ് സൂര്യക്ക് അവസരങ്ങൾ കൊടുക്കാതിരുന്നതാണ്. അതോർത്തപ്പോൾ നീലിമയ്ക്ക് അയാളോട് വല്ലാത്ത ദേഷ്യം തോന്നി. അപ്പോൾ അവിടേക്ക് സൂര്യയും വിനീതയും വന്നു. വിനീത വളരെ സന്തോഷത്തിലായിരുന്നു. സൂര്യ, താൻ വളരെ നന്നായി തന്നെ ചെയ്തുട്ടോ, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടായി നിന്നെ, വിനീത പറഞ്ഞു. നീലിമ, ഇത്രയും കഴിവുണ്ടായിട്ടും നീലിമ വരേണ്ടി വന്നൂലേ ഇവന് ഒരു ആഡ് ഷൂട്ടിലേക്കൊക്കെ എത്താൻ? വിനീത ചോദിച്ചു. അതെ മാഡം, അവന്റെ വളർച്ച പലരും തടഞ്ഞു വെച്ചിരുന്നതാ. അവനെ ഇങ്ങനെ അഭിനയിക്കാൻ വിട്ടാൽ അവരൊക്കെ തോറ്റുപോകുമെന്ന് കരുതിക്കൊണ്ടാവണം, നീലിമ പറഞ്ഞു. അത് ശരിയാണെന്ന് വിനീതയ്ക്കും തോന്നി. സൂര്യയുടെ മുന്നത്തെ കേട് പിന്നെ അവിടെ എന്ത് ചെയ്യുമായിരുന്നു? ഇയാളെ ഉയർത്തി കൊണ്ടുവരേണ്ടതല്ലേ അയാളുടെ പണി, വിനീത പറഞ്ഞു. അവർ ഉദ്ദേശിക്കുന്നത് സാമലക്സിന്റെ കാര്യമാണെന്നും അവിടെയുള്ള പലർക്കും മനസ്സിലായി. അപ്പോൾ നീലിമ വിനീതയെ നോക്കി. നീലിമ പറഞ്ഞു. അയാൾ ഇവനെ വല്ലാതെ ഉപദ്രവിക്കുകയായിരുന്നു മാഡം, ഇവനെ ഒരു തരത്തിലും സ്വസ്ഥമായി ഇരിക്കാൻ പോലും അയാൾ സമ്മതിക്കുമായിരുന്നില്ല, നീലിമ പറഞ്ഞു. ശരിക്കും അവനക്കെതിരെ ഒരു പോലീസ് കേസ് കൊടുക്കുകയാണ് വേണ്ടത്, കഴിവുള്ള ഒരു ചെറുപ്പക്കാരനെ ഒന്നും അല്ലാതാക്കാൻ നോക്കിയതിന്, നീലിമയുടെ വാക്കുകൾ കേട്ട് വിനീത രോക്ഷത്തോടെ പറഞ്ഞു.